അങ്ങനെ ഒരു ബോധമില്ലാത്തത് നിനക്കാ. അതുകൊണ്ടാ നീ ഇങ്ങനെ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നേ. പിന്നെ ഇയാളുടെ ഭാഗത്തുകൊണ്ട് തെറ്റ്. ഇയാൾക്ക് എല്ലാ സ്വാതന്ത്ര്യം ഞാൻ ഈ വീടിനകത്ത് കൊടുത്തിട്ടുണ്ട്, അധികാരവും. എന്നാ അതൊന്നും ഇയാൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അങ്ങനെ പ്രയോജനപ്പെടുത്തിരുന്നെങ്കിലേ നീയൊന്നും ഒരു അക്ഷരം വേണ്ടില്ലായിരുന്നു. മതി കണ്ണേട്ടാ, പോവാം. എന്തിനാ പോകുന്നേ? പറയാനുള്ളത് പറയട്ടെ, അപ്പൊ അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കാലോ. എനിക്കൊന്നും പറയാനില്ല. എന്റെ ഉണ്ണിയേട്ടന്റെ മുന്നിലേക്ക് ഇവള് വരരുത്. ഈ വീടിനകത്താണ് നിങ്ങളൊക്കെ ജീവിക്കുന്നെങ്കിൽ എല്ലാവർക്കും എല്ലാവരെയും കാണേണ്ടി വരും. അങ്ങനല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ ഉണ്ണിയും കൂടെ നിങ്ങളുടെ മുറിക്കകത്ത് കഥ കടച്ചിരിക്കാൻ നോക്ക്. അമ്മേ, നാളെ വേണമെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റൗ സെറ്റ് ചെയ്ത് കൊടുക്ക്. പാചകം അവിടെ ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ ചെയ്താലേ ഒരു നേരം പോലും നീ ഭക്ഷണം കഴിക്കില്ല. കാരണം നിനക്ക് മര്യാദയ്ക്ക് ഒരു ചായ ഇടാൻ പോലും അറിയില്ല. എന്ന് വെച്ചാ അന്യന്റെ സഹായത്തോടെ ജീവിക്കുന്നത് നീയാണ്. ആ ബോധം നിനക്കാണ് വേണ്ടത്, പറഞ്ഞില്ലെന്ന് വേണ്ട. പാടും. ഇതൊരു വല്ലാത്ത പരാജയമായി പോയി. എന്റെ മോളെ, ഇതൊന്നും മോള് കാര്യമാക്കണ്ട. അയാൾ ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയോ? അയാളുടെ പേരിലാണ് എല്ലാ സ്വത്തുക്കളും എന്ന് ഒരിക്കൽ പറഞ്ഞതാ. മോളെ, ആ പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ല. സ്വത്തിന്റെ കാര്യമൊക്കെ വരുമ്പോ അങ്ങനെ പെട്ടെന്ന് അവനെല്ലാം എടുത്തോണ്ട് പോകാനൊന്നും പറ്റില്ല. അങ്ങനെയെങ്കിൽ അയാൾക്കൊപ്പം നിന്ന് അമ്മയ്ക്കെങ്കിലും സംസാരിച്ചൂടെ? ഇത് അമ്മ അയാൾ ചൂണ്ടുവിരലിൽ നിർത്തുകയാണല്ലോ. മോളെ, വയ്യാത്തവനല്ലേ, അവനങ്ങ് വിട്ടേക്ക്. ദേ, അവളെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കണം. അതോടെ മോളുടെ എല്ലാ പ്രശ്നവും അവസാനിക്കും. അങ്ങനെ തന്നെ വേണം. മോള് വിട്ടുകൊടുക്കരുത് മോളെ. പറയാനുള്ളതൊക്കെ മുഖത്തടിച്ച പോലെ അങ്ങ് പറഞ്ഞേക്കണം. ഇനി കുട്ടികളുണ്ടാവില്ല. അതുകൊണ്ട് അവള് ഉണ്ണിക്ക് ചുറ്റും വട്ടം വിട്ട് നടക്കുക. അങ്ങനെയുള്ളപ്പോ മോള് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. അവക്കിനി എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളില്ലാത്തത് വലിയൊരു കുറവാ മോളെ. ആ കുറവ് നികത്താൻ അവള് പരമാവധി ശ്രമിക്കും. പക്ഷേ ഒരു കാരണവശാലും ഉണ്ണിയുടെ കുഞ്ഞിനെ താലോലിക്കാനുള്ള അവസരം അവൾ ഉണ്ടാക്കിയെടുക്കരുത്. ഇവിടെ ഉണ്ട് അവളെ വളർത്തി വഷളാക്കിയ അവളുടെ അമ്മ. രണ്ടു കെട്ടിയ അമ്മയുടെ പാരമ്പര്യം മോളും അതേപടി നിലനിർത്താൻ ശ്രമിക്കുമെന്നുള്ളൊരു ബോധം എന്റെ മോളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ശരി അച്ഛാ, അവളെ ഞാൻ ഇനി അതിനും കൂടി അനുവദിക്കത്തില്ല. ശരി മോളെ.